ഹായ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്നലെ നമ്മൾ മെട്രോയിലെല്ലാം കയറിയിട്ടായിരുന്നു വെൻഡോ മാളിൽ പോയിട്ടുണ്ടായത്. എല്ലാവരും കണ്ടത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതെ, കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണേ. നമുക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. മെട്രോ ഭയങ്കര ചീപ്പാണ്. നമ്മളിവിടെ വന്ന സമയത്ത് തൊട്ട് ഫുൾ ഊബറിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നല്ല എക്സ്പെൻസ് ആയിരുന്നു. മെട്രോയിൽ പോയപ്പം ചീപ്പാണ്, പിന്നെ ട്രാവലിങ്ങും നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ ഇന്നും ഞങ്ങൾ ഒന്നും കൂടി ട്രൈ ചെയ്യാൻ പോവാണ്. കമ്മോൺ. അതെ, ഒരു ചായ കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അതെ, ഓക്കെ. ഫസ്റ്റ് നമ്മളെ ഫുർജാൻ 33 or 36 പോയിട്ട് നമ്മളെ സ്ഥിരം സ്പോട്ടാണ് ടീ ആൻഡ് സാഗ്. അവിടെ പോയി ഒരു ചായയും എന്തെങ്കിലും സ്നാക്സും കഴിച്ചിട്ട് പിന്നെ മെട്രോക്ക് പോകാം. ഇതാണ് ഗൈസ് ഇപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്ലേസ്. അമിതൻ്റെ ഔട്ട്ഫിറ്റ് നോക്ക്. ഹെയറൊക്കെ ഫുൾ പാറി കളിച്ച് നല്ലുണ്ട് കാണാൻ. കഷ്ടപ്പെട്ട് 1 മണിക്കൂർ എടുത്ത് മേക്കപ്പ് ചെയ്തതാ. അതെ അതെ ഗൈസ്, ഇതാണ് നമ്മളെ ടീ ആൻഡ് സാഗ്. ഫുർജാൻ 33-ലുള്ളതാട്ടോ. കുറേ സ്നാക്സ് ഉണ്ട്. ഫൈനലി നമ്മളെ ചായ പഴംപൊരി എല്ലാം വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് കടക് ചായ? നാട്ടിലെ ചായയാണോ ഇഷ്ടം, ഇവിടുത്തെ കടക്കാണോ ഇഷ്ടം? എനിക്ക് നാട്ടിലെ ചായ തന്നെയാണ് കേട്ടോ ഇഷ്ടം. നാട്ടിൽ നമ്മൾ കോഴിക്കോട് സൽക്കാരയിലെ ചായ നല്ല ടേസ്റ്റാണ്. ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറി ഇവിടെ ഇപ്പം കത്താറ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് എക്സിറ്റ് ഒന്നും ഉണ്ടാവും, പിന്നെ വേ ഔട്ട് ഓഫ് കത്താറ എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ വേ ഔട്ട് ഓഫ് കത്താറ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വ്യൂ കാണാം. ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇനി ഇവിടുന്ന് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് നമുക്കറിയില്ല. സോ ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. തടയെത്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറഞ്ഞുതരാം. ഇതവിടെ ഒരു ബോർഡ് ഉണ്ട്. ഇല്ല, പാർക്കിങ്ങിൻ്റെ ബോർഡെല്ലാം കാണുന്നുണ്ട്. പിന്നെ വേറെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലുണ്ട്. ലൈക്ക് ഫ്രണ്ട് വ്യൂ ആണ് നേരത്തെ കാണിച്ചിട്ടുണ്ടായത്. ഒന്നും മനസ്സിലാകുന്നില്ല. എന്താക്കും അമിത, നിനക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഫുള്ള് പച്ചപ്പ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതെ, കുറേ കാറും കുറച്ച് സ്ഥലത്ത് ലൈറ്റും കാണുന്നുണ്ട്. ഇനി ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും എത്തിയിട്ട് അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. എങ്ങോട്ടേക്കാ പോകുന്നത്? ഇതെന്താ ഫുള്ള് പുല്ലൊക്കെ? ഇങ്ങോട്ടേക്ക് വാ. അതെ, നാട്ടിലുള്ള കമ്മൽപ്പൂക്കാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇവര്. ഇത് കാണാനാണോ അതെ, കമ്മൽപ്പൂ അതിന് പറയാ. യെല്ലോ കളർ ഇതാ നിങ്ങൾ കാണുന്നുണ്ടോ? നമുക്ക് ഇതാ ഈ യെല്ലോ കളർ ഉള്ളത്. ഇവിടെ ഒരു മനുഷ്യന്മാരെ പോലും കാട്ടിലേക്ക് പോകുന്ന ഒരു ഫീൽ. അതന്നെ. ഇവിടെ നല്ല വ്യൂ കിട്ടുന്നു. അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് വന്നത് ഗൈസ്. ഇവിടെ വേറെ ആരെയും കാണുന്നില്ല. മുരിങ്ങാച്ചപ്പല്ലേ ഗൈസ്, ഞങ്ങൾക്ക് അറിയില്ല ഇതാണോ ഇതിന്റെ എൻട്രൻസ് എന്ന്. എന്നാലും നമ്മൾ വെറുതെ പോയി നോക്കാം, അല്ലെങ്കിൽ തിരിച്ച് നടക്കാല്ലേ. ഇവിടെ ഒരു സെക്യൂരിറ്റി പോയിന്റ് ഉണ്ട്. അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് റൈറ്റ് സൈഡിലുള്ളതാണ് വാട്ടർഫോൾസും ഒക്കെ. ഇത് കത്താറ ഹിൽസ് ആണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഒന്നും അറിയാണ്ട് വന്നത്. അല്ല, ഹിൽസ് ഇപ്പം നമ്മൾ പോകുന്ന വെറുതെ പോയി നോക്കാം. അല്ല, ഇപ്പം ഉള്ളതാണ് ഹിൽസ്. നമ്മളവിടെ വാട്ടർഫോൾസ് കാണാനാണ് പോകുന്നത്. അത് ഈ രാത്രി എന്താണെന്നറിയില്ല. പക്ഷെ ഇത് നല്ല രസമുണ്ട് ഗൈസ്. നമ്മളങ്ങനെ ടോപ്പിൽ കയറിയപ്പോൾ കാണുന്ന വ്യൂ ആട്ടോ ഇത്. ഒരു ഫ്ലൈറ്റൊക്കെ പോകുന്നുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ കത്താറ ഹിൽസിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ വാട്ടർഫോൾസ് പോലെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം നല്ല ഇരുട്ടാണ്. പിന്നെ ആ വാട്ടർഫോൾസിൻ്റെ അടുത്ത് തന്നെ ചെറിയ ലൈറ്റ്സ് ഉണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ നല്ല ഫ്ലോപ്പ് ആവുന്നു. സോ അതൊന്നും എടുക്കുന്നില്ല. നെക്സ്റ്റ് ടൈം ഡേ ടൈമിൽ വന്നിട്ട് ഒരു വീഡിയോ എന്തായാലും എടുക്കുന്നതായിരിക്കും. ആ വീഡിയോ എനിക്ക് ഈ സ്ഥലം ഇഷ്ടമായോ? കുറേ ഫ്ലവേഴ്സും പിന്നെ നല്ല കാറ്റ്, ഒരു നൈറ്റ് ഒരു വൈബ് സെറ്റാണ്. അതെ, സത്യം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടേക്കാ? കത്താറ ഹെറിറ്റേജിലേക്കാണ്. അപ്പം ഇതെവിടെ വന്നിട്ടുള്ളത്? ഫുള്ള് കൺഫ്യൂഷനാണ് ഗൈസ്. ഇങ്ങോട്ടെങ്കിലൊക്കെ പോകാം. നല്ല
പിന്നെ നമ്മൾ പറയുന്നതൊക്കെ തെറ്റാണെന്നുണ്ടെങ്കിൽ സ്ഥലങ്ങളൊന്നും അങ്ങനെ അറിയില്ല, അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കൂട്ടുന്നതാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഞങ്ങൾക്ക് അറിയുന്ന പോലെ ഞങ്ങൾ പറയുന്നത്. അപ്പം അത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. സോ എന്നാലും നമുക്കും അറിയാൻ പറ്റുള്ളൂ. ഞങ്ങൾ രണ്ടാളും ഫസ്റ്റ് ടൈം തന്നെ ഖത്തറിൽ ഈ സ്ഥലങ്ങളിലൊക്കെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. സോ ഒന്നും അറിയില്ല, നല്ല ഫ്ലോപ്പ് ആവുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അല്ലേ. ഗൈസ്, ഇതാണ് കത്താറ ആർട്ട് സെൻറ്റർ. നമ്മൾ അങ്ങോട്ടേക്കൊന്നും കയറുന്നില്ല. ഇവിടെ ഒരു ബീച്ച് ഉണ്ടെന്നാണ് ഒരാൾ പറഞ്ഞത്. സോ ആ ബീച്ചിലേക്കാണ് അടുത്ത പോകുന്നത്. ഇവിടെ നല്ല സ്മെല്ലുണ്ട്. ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കുറേ റെസ്റ്റോറൻറ്റ്സും കഫേസൊക്കെ ഉണ്ട്, പക്ഷേ എവിടെയും ഒരു മനുഷ്യന്മാർ പോലും ഇല്ല. നമ്മൾ നടന്നിപ്പോൾ ബീച്ചിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, നമുക്ക് അങ്ങോട്ടേക്ക് ആക്സസ് ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് നല്ല വീഡിയോസ് എടുക്കായിരുന്നു. ഇതൊന്നും എന്താന്ന് പോലും ഒരു ഐഡിയ ഇല്ല. ഓരോ ആൾക്കാരും പലതുമാണ് പറയുന്നത്. സോ നമ്മൾ തിരിച്ച് റിട്ടേൺ പോവാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു ചായയും ഒരു ഷവർമയും കഴിച്ച് ഇന്നത്തെ പരിപാടി ക്ലോസ് ആക്കിയാണ്. ഈ വ്ളോഗിൽ ഒരുപാട് പണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇപ്പം നമ്മൾ എയർപോർട്ട് റോഡിലാണ് ഉള്ളത് ഗൈസ്. വീടിന് ഫുഡൊക്കെ കഴിച്ചിട്ട് നൈസായിട്ട് റൂമിൽ പോകും. ഗൈസ്, കത്താറ വില്ലേജിലേക്ക് ഉണ്ടല്ലോ. ഗൈസ്, അങ്ങനെ നമ്മൾ കത്താറ വില്ലേജിൽ പോയി. ഹലോ ഗൈസ്, അപ്പോൾ